പി.വി. അൻവറിന്റെ അപ്രതീക്ഷിതമായ ഒരു ആരോപണവും CPM-നെ പിടിച്ചു കുലുക്കുകയുമായിരുന്നു. താങ്കളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച, താങ്കൾ പറഞ്ഞതുപോലെ MLA ആവാൻ, മന്ത്രിയാവാൻ സഹായിച്ച ഒരു പാർട്ടിയാണ് CPM. ആ ഒരു സാഹചര്യത്തിൽ അതിൽ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കേണ്ട താങ്കൾ സമൂഹ മാധ്യമങ്ങളുടെ എനിക്ക് ചെയ്ത് പറയാറുണ്ട്, എനിക്ക് ചില കാര്യത്തിൽ യോജിപ്പുണ്ട്, ചിലതിനോട് യോജിക്കുന്നെന്ന് പറഞ്ഞ് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും അൻവറിനെ സഹായിക്കുന്ന ഒരു നിലപാട് തുടക്കത്തിൽ സ്വീകരിച്ചു എന്ന് തോന്നുന്നു. ഇല്ല. ഞാൻ അൻവറിനോട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളത് പറഞ്ഞോളൂ എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതക്കാരനല്ല അൻവർ എന്ന് പ്രശാന്തിന് അറിയാമല്ലോ. എന്നെയും ശരിക്കും പ്രശാന്തിന് അറിയാം. ഞാനും അങ്ങനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അങ്ങനെ അല്ല. എനിക്കും അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു നിലപാട് ഉണ്ടാകുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവും, നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ പ്രകടിപ്പിക്കും. മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയും, പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹത്തോട് പറയും. അതിലൊന്നും ഒരു തരത്തിലുള്ള പിശുക്കും കാണിച്ചിട്ടില്ല. ഫേസ്ബുക്കിലൂടെ പറയും, ഇല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ പുസ്തക പ്രകാശനമുണ്ട്, അതിനുശേഷം പറയാം. അതൊരു പുസ്തക പ്രകാശനത്തിന്റെ ഒരു പ്രൊമോഷൻ ആയിരുന്നോ ഉദ്ദേശിച്ചത്? അല്ല, അത് നിങ്ങളാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, കാരണം നിങ്ങൾ എന്നെ പൊട്ടനാക്കുമ്പോ നിങ്ങളെ ഒന്ന് പൊട്ടീസാക്കണല്ലോ എനിക്ക്. എങ്ങനെ? അതെ, വെളിപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വെളിപ്പെടുത്താൻ. ഈ കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ. അഷ്കർ അല്ല, ഇനി ഇവിടേക്ക് പോവാം. പോലീസ് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നൊരു തീരുമാനം എടുക്കാമെന്നാണ് MLA പറയുന്നത്. പി.വി. അൻവർ പറയുന്നത് ഈ അന്വേഷണം തന്നെ പ്രശ്നമാണ്. അതിന് ഉദാഹരണമായിട്ട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്നും അൻവർ പറയുന്നു. നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുമ്പോൾ പി.വി. അൻവറിനെ മൊഴിയെടുക്കാൻ പോയത് ഇന്നലെയാണ് ഉദ്യോഗസ്ഥർ, അതുകൊണ്ട് താൻ മൊഴി കൊടുത്തിട്ടില്ല എന്നും പറയുന്നു പി.വി. അൻവർ. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തെ MLA എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? പ്രത്യേകിച്ച് പോലീസിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന MLA. വരട്ടെ, റിപ്പോർട്ട് വരട്ടെ, എന്നാലല്ലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പ്രിജുഡൈസ്ഡ് ആയിട്ട് ആദ്യം തന്നെ ഇന്നതാണ് റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഇപ്പൊ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അന്വേഷണം ശരിയായിട്ടുള്ള രൂപത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. അൻവറിന്റെ ബോധ്യം അതായിക്കൊള്ളണമെന്നില്ല. എൻ്റെ ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു മാറ്റമില്ല, ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. എനിക്കൊരു ഓഫറും ഇല്ല. കാരണം തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കൂല എന്നൊന്നും, അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്നും, ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോലും എനിക്കിനി ഭാവിയിൽ വേണ്ട എന്നും പരസ്യമായിട്ട് എന്ത് നിർബന്ധിച്ചാലും വേണ്ട. ഒരു രാജ്യസഭയും വേണ്ട, MP-യും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എപ്പോഴാണെന്നറിയോ നിങ്ങൾ? അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കട്ടെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. കാരണം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും അതിപ്പോൾ അടുത്ത പ്രാവശ്യം മന്ത്രിയാകാനാണ്, 5ാമത്തെ പ്രാവശ്യം മത്സരിക്കാനാണ്, അല്ലെങ്കിൽ രാജ്യസഭ MP ആവാനാണ് ഇതൊക്കെ പറയുന്നത് എന്നാവും നിങ്ങൾ പറയാ. ഇപ്പം ഞാൻ പറയുകയാണ് എന്ത്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു സംസാരം ഉണ്ടായിട്ടില്ല, ഒരു സംസാരവും. അങ്ങനെ ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോകാമെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ബന്ധപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ എതിരായിട്ടാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ എതിരായിട്ടാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് എങ്കിൽ ഞാൻ അതും കൂടി പറയല്ലോ. അതുകൊണ്ട് തന്നെ അവരെന്നെ ബന്ധപ്പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് എനിക്ക് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. 20 കൊല്ലമൊക്കെ ആകുമ്പോഴേക്ക് എനിക്കും എടുത്തിട്ടുണ്ട്. എനിക്കിനി എൻ്റെ ഒരു ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് എഴുത്ത്, അതുപോലെ തന്നെ കുറേ യാത്ര ചെയ്യണം, വിവിധ മതസമൂഹങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് പഠനം നടത്തണം, അതെഴുതണം. ഞാൻ ഇന്തോനേഷ്യയിൽ പോയ സമയത്ത്, നേപ്പാളിൽ പോയ സമയത്ത്, ഡാക്കയിൽ പോയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ഗൾഫ് നാടുകളിൽ പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം UAE-യിലെ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒക്കെ എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം ഞാൻ ഓൾറെഡി എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ചു.
ഈ കാര്യത്തിൽ തന്നെയാണ് ഇനി ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. എല്ലാവർക്കും അത് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അതിന് കഴിയുന്ന ആള് എന്നുള്ള നിലക്ക് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് അത് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല, ഒരു സ്ഥാനപദവിയും വേണ്ട എന്ന് നിങ്ങൾ സമക്ഷം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കാര്യം പറയുന്നത്.